ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സാംസങ് 5360 എന്ന് പറയുന്ന മോഡലിൻ്റെ ഡിസ്പ്ലേ ലൈറ്റ് പ്രോബ്ലത്തെക്കുറിച്ചാണ്. അപ്പോൾ ഡിസ്പ്ലേ ലൈറ്റിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ വരാം, ഡിസ്പ്ലേ എങ്ങനെ ചെക്ക് ചെയ്യാം, ഡിസ്പ്ലേയുടെ വൈറ്റ് ഡിസ്പ്ലേ വരുന്നത് എന്തുകൊണ്ടാണ് കാരണം, അതെങ്ങനെ റിപ്പയർ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഫോണിന് ഡിസ്പ്ലേ ലൈറ്റ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യേണ്ടത് ഡിസ്പ്ലേയുടെ ആണോ എന്നുള്ളതാണ്. ഡിസ്പ്ലേയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് ഡിസ്പ്ലേ ലൈറ്റ് വരാതിരിക്കാം. ഡിസ്പ്ലേയിൽ ഈ രണ്ട് പോയിൻറ്റുകളാണ് ചെക്ക് ചെയ്യേണ്ട പോയിൻറ്റുകൾ. ഇങ്ങോട്ടാണ് ഇതിൻ്റെ ഈ ലൈറ്റിൻ്റെ കണക്ഷൻ കയറുന്നത്. ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും, പക്ക നെഗറ്റീവ് ആയിരിക്കും. ഒരെണ്ണം പോസിറ്റീവ് സപ്ലൈ വരുന്നതായിരിക്കും. അതായത് ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് വരുന്ന ലൈനുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഇപ്പോൾ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ ഈ സ്ട്രിപ്പങ്ങ് അഴിച്ചേച്ച്, സ്ട്രിപ്പങ്ങ് പതുക്കെ ഹീറ്റ് ചെയ്തേച്ച് അഴിച്ചേച്ച് ഈ ഷീൽഡും എടുത്തേച്ച് നിങ്ങൾ നല്ലൊരു ലൈറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ കമത്തി വെച്ചേച്ച് ഓണാക്കി നോക്കിയാൽ ഇവിടെ തെളിഞ്ഞു വരും, ലൈറ്റിൻ്റെ ഡിസ്പ്ലേ തെളിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു മാർഗം എന്ന് പറയുന്നത് ഈ രണ്ട് ലൈനുമായിട്ടുള്ള കണ്ടിന്യൂറ്റി ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഈ ബോർഡിൽ വെക്കുക. ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനുകൾ നമുക്കിപ്പുറത്തൂടെ കാണാൻ പറ്റും. ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തുളയ്ക്കകത്തൂടെ ആ രണ്ട് ലൈനുകൾ കാണാൻ പറ്റും. അപ്പോൾ ഡിസ്പ്ലേയും ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കണ്ടിന്യൂറ്റി നോക്കാം. ഇതിൽ ഈ ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ സൈഡിലത്തെ പോയിൻ്റ് നെഗറ്റീവ്, ഇതിനകത്ത് കാണുന്ന രണ്ട് പോയിൻറ്റുകളിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ആദ്യം കാണുന്ന ഈ സൈഡിൽ നിന്ന് ആദ്യം കാണുന്നതാണ് നെഗറ്റീവ്. ആ നെഗറ്റീവും ഈ ഗ്രൗണ്ടുമായിട്ട് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടോയെന്ന് നോക്കുക. ഈ പോസിറ്റീവ് ലൈന് വന്നുവെച്ചാൽ ഇവിടെയാണ് കയറുന്നത്. ഇവിടെ ഇതാണ് ഈ 6 ലെഗുള്ള ഒരു IC ആണ് ഇതിന് ലൈറ്റിൻ്റെ കൺട്രോൾ ചെയ്യുന്ന, അത് മാനേജ്മെൻറ്റ് ചെയ്യുന്ന സിസ്റ്റം. അതിൻ്റെ ഈ സൈഡിലായിട്ട് ഇത് കണ്ട ഈ കപ്പാസിറ്റർ ഇരിക്കുന്നത്, ഈ കപ്പാസിറ്ററിലേക്കാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഇങ്ങോട്ട് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ പോയതല്ല, ഡിസ്പ്ലേയുടെ ഇങ്ങോട്ടുള്ള ലൈനുകൾ ബ്രേക്ക് അല്ല എന്ന് പ്രാഥമികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പിന്നെ അങ്ങനെയുള്ള കേസുകളിൽ മാത്രമേ നമുക്ക് ബോർഡിൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ച് നോക്കേണ്ടതുള്ളൂ. ബോർഡിൻ്റെ ആകെ ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കപ്പാസിറ്ററുകൾ ഇരിക്കുന്നു, ഒരു ഡയോഡ് ഇരിക്കുന്നു, ഇവിടെ ഒരു വലിയ കപ്പാസിറ്റർ ഇരിക്കുന്നു, ഈ 6 കാലുള്ള IC ഇരിക്കുന്നു. ഇത്രയും സാധനത്തിൽ മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത് ഈ 6 കാലുള്ള IC തന്നെയാണ്. ഈ ICക്ക് ഒരു 2 ഫങ്ഷനോളം ഉണ്ട്. ഇതിൽ വൈറ്റ് സ്ക്രീനായിട്ട് വരുന്ന പ്രശ്നവും ഈ ICയുടെ തന്നെ പ്രോബ്ലം കൊണ്ടാണ്. വൈറ്റ് സ്ക്രീനിൻ്റെ സൊല്യൂഷന് നിങ്ങൾ ഈ IC മാറി വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഈ IC നിങ്ങൾക്ക് സെയിം ആയിട്ട് മാച്ച് ചെയ്യുന്ന IC നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ സാംസങ്ങിൻ്റെ ആ ചെറിയ മോഡലുകളിൽ ACയിലൊക്കെ ഉണ്ട്, ഈ IC ഉണ്ട്. 5830i ആദ്യം, അതിന് മുന്നേ ഉണ്ടായിരുന്ന ആദ്യം, പിന്നെ കുറേ മോഡലുകളുണ്ട്. അതിനകത്തെല്ലാം ഈ IC നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ഈ 7562ൻ്റെ ബോർഡിൽ ഇതായിരിക്കുന്നു ഈ IC. അപ്പോൾ ഇതിനകത്ത് നോക്കി എടുത്ത് വയ്ക്കാം നിങ്ങൾക്ക്. ഇതിപ്പോൾ പൊസിഷൻ തിരിഞ്ഞല്ലേ ഇരിക്കണേ. അപ്പോൾ നിങ്ങൾ ഈ IC എടുത്തേച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക, ഷൂട്ടിംഗ് ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഈ IC നിങ്ങൾ ഒരു പൊസിഷനിലേക്ക് വെച്ച് നോക്കിയിട്ട് ഷൂട്ടിംഗ് ആണെങ്കിൽ ഒന്ന് തിരിച്ച് വയ്ക്കുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അടുത്തിരിക്കുന്ന ICകളെല്ലാം ഗമ്മഡാണ്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഷീൽഡ് അല്ലെങ്കിൽ ടേപ്പ് ഒട്ടിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെന്നൊരിൽ ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ IC അഴിച്ചിടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റിയൊക്കെ ഇപ്പോൾ
ഇവിടെ ഈ പോയിൻ്റുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനകത്ത് കാണുന്ന ഈ രണ്ട് പോയിൻ്റുകളുണ്ട്, ബോർഡിലല്ല ഡിസ്പ്ലേയിൽ. ആ പോയിൻ്റുകളിൽ നിന്നുള്ള കണ്ടിന്യൂറ്റി ഒരെണ്ണം നെഗറ്റീവാണ്, ആ കണ്ടിന്യൂറ്റി നോക്കണം. പോസിറ്റീവ് ലൈന് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇതുകൊണ്ട് ഇവിടെ ഈ ICയുടെ ഈ സൈഡിലായിട്ട് 2 കപ്പാസിറ്ററുകളുണ്ട്. ആ മുകളിലത്തെ കപ്പാസിറ്ററുകളിലേക്ക് ആണ് കയറുന്നത്. അപ്പോൾ അങ്ങോട്ട് കണ്ടിന്യൂറ്റി വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ തുടങ്ങി വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബോർഡിൻ്റെ കുഴപ്പമായിട്ട് നിങ്ങൾ റിപ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ മതി. എന്നാൽ പിന്നെ ബോർഡിൻ്റെ പ്രോബ്ലമാണ് വരുന്നത്. ബോർഡിൻ്റെ പ്രോബ്ലത്തിൽ ICയുടെ കംപ്ലൈൻറ്റ് 2 തരത്തിൽ വരും. ഒന്ന് ഡിസ്പ്ലേയിൽ ഒട്ടും ലൈറ്റില്ലായിരിക്കുക, 2 വൈറ്റ് ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.